ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് ഡെയിൽ കാർണഗിയുടെ ഹൗ ടു എൻജോയ് യുവർ ലൈഫ് ആൻഡ് യുവർ ജോബ് എന്നൊരു പുസ്തകമാണ് ഒന്ന് റിവ്യൂ ചെയ്യുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗം എങ്ങനെ ജീവിതം നന്നായി ആസ്വദിക്കാം, അതുപോലെ തന്നെ ജോലിയും എങ്ങനെ ആസ്വദിക്കാം എന്നാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നത്. ഡെയിൽ കാർണഗി അമേരിക്കക്കാരനാണ്. ഇതിന്റെ 1, 2, 3, 4 ഭാഗങ്ങളായിട്ടാണ് ഇയാൾ പറയുന്നത്. ആദ്യ ഭാഗത്തില് സമാധാനത്തിനും സന്തുഷ്ടിക്കും 7 വഴികളാണ് പറയുന്നത്. രണ്ടാം ഭാഗത്തില് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ മൗലിക സങ്കേതങ്ങൾ. അതുപോലെ മൂന്നാമത്തെ ഭാഗം നിങ്ങളുടെ വഴിയെ മറ്റുള്ളവരെയും നയിക്കുക. അതുപോലെ വെറുപ്പിക്കാതെ അന്യരെ മാറ്റുന്നത് എങ്ങനെ. ഈ രൂപത്തില് 4 ഭാഗങ്ങളായിട്ടാണ് ഈ പുസ്തകം അദ്ദേഹം റിവ്യൂ ചെയ്യുന്നത്. ഒന്നാമത്തെ ഭാഗം നിങ്ങളെപ്പോലെ മറ്റാരുമില്ല, യുണീക്ക്നെസ് എന്നുള്ളൊരു ഭാഗം നമ്മൾ പല സ്ഥലത്തും കേട്ടതാണ്. യുണീക്ക്, നമ്മളാവുക എന്നുള്ളൊരു തിയറിയാണ് ഇതിൽ പറയുന്നത്. അദ്ദേഹം ഒരുപാട് ഉദാഹരണങ്ങളുടെ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. മിസ്സിസ് ആൽറെഡ്, ഈ സ്ത്രീ ജീവിതത്തിൽ ഒരുപാട് അൺസാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നീട് എന്തു തന്നെ വന്നാലും അവർ തന്നെ ആയിരിക്കണം എന്ന രൂപത്തിൽ ഈ യുണീക്ക്നെസ്സിൽ ഊന്നിയത് കൊണ്ട് അവർ സുഖമായി ജീവിക്കാൻ തുടങ്ങി. അവരായി തീരാൻ വേണ്ടി ഓരോ സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങി, ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ വാങ്ങാൻ തുടങ്ങി, സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഈ എഴുത്തുകാരൻ ആദ്യം ഒരു പുസ്തകം എഴുതുകയും അത് പല പുസ്തകങ്ങൾ വായിച്ച് അതിലുള്ളതെല്ലാം കോപ്പി എടുത്ത് എഴുതുകയും പിന്നീട് അത് മാറ്റം വരുത്തി ഏറ്റവും നല്ല രൂപത്തിൽ എഴുതാൻ അദ്ദേഹം തീരുമാനിക്കുകയും അദ്ദേഹം ആളുകളുമായി സംസാരിച്ച് അവരുടെ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ എഴുത്താക്കി മാറ്റുന്ന രൂപത്തിലേക്ക് മാറി അദ്ദേഹം ഏറ്റവും നല്ല രൂപത്തിൽ ഈ പുസ്തകം പൂർത്തിയാക്കി എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഡോഗ്ലാസ് മല്ലോക്ക് എന്നുള്ളൊരു കവിയുടെ കവിത, അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിനക്ക് മലമുകളിലെ പൈൻമരമാകാനാവില്ലെങ്കിൽ താഴ്വരയിലെ കുറ്റിച്ചെടിയായി തീരുക. പക്ഷേ കൈത്തോടിന്റെ വക്കത്തുള്ള തഴച്ച കുറ്റിച്ചെടിയായിരിക്കണം നീ. മരമാകാനാവില്ലെങ്കിൽ നല്ലൊരു പൊന്തയായി തീരുക. പൊന്തയാകാനുമാവില്ലെങ്കിൽ ഒരു നുരി പുല്ലായി തീരുക. അങ്ങനെ രാജവീതികളെ സുഗമമാക്കി തീർക്കുക. നിനക്കൊരു കസ്തൂരി മാനാകാനാവില്ലെങ്കിൽ ഒരു ബാസ് മത്സ്യമായി തീരുക. പക്ഷേ തടാകത്തിലെ ജീവസുറ്റ ബാസ് മത്സ്യമായിരിക്കണം. നമുക്കെല്ലാവർക്കും കപ്പിത്താനാകാൻ കഴിയില്ല. നമുക്കിടയിൽ കുപ്പിണി തൊഴിലാളികളും വേണം. നമുക്കെല്ലാം എന്തെങ്കിലുമെല്ലാം ഇവിടെയുണ്ട്. വലിയ പണികളും ചെറിയ പണികളും ചെയ്യാനായുണ്ട്. അടുത്തുള്ള പണികളാണ് നാം ചെയ്യേണ്ടത്. നിനക്ക് രാജവീതിയാകാനാവില്ലെങ്കിൽ ഒരു കാലടി പാതയാവുക. നിനക്ക് സൂര്യനാകാനാവില്ലെങ്കിൽ ചെറുതാരമാവുക. വലിപ്പം കൊണ്ടല്ല ജയവും തോൽവിയും ഉണ്ടാകുന്നത്. എന്തായിത്തീർന്നാലും അതിലെ മികച്ചതായി തീരുക. നമുക്ക് സമാധാനവും സ്വാതന്ത്ര്യവും നൽകുന്ന ഒരു മനോനില വളർത്തിയെടുക്കണം. ഓർക്കുക, അന്യരെ അനുകരിക്കാതിരിക്കുക. സ്വയം കണ്ടെത്തി താൻ തന്നെ ആയിത്തീരുക. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഉണർപ്പെടുത്തുന്നു. നമ്മുടെ അബ്രഹാം ലിങ്കൺ, അദ്ദേഹത്തെ കളിയാക്കി അദ്ദേഹത്തിന്റെ പല ആളുകളും പറഞ്ഞു വരുന്ന സന്ദർഭമുണ്ട്. നിങ്ങളുടെ അച്ഛൻ ഒരു ചെരുപ്പ് കുത്തിയായിരുന്നല്ലേ എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം തിരിച്ചു പറയുന്നൊരു വാചകമുണ്ട്, എൻ്റെ അച്ഛൻ ഏറ്റവും നല്ല ചെരുപ്പ് കുത്തിയായിരുന്നു. അതുപോലെ ഞാൻ ഏറ്റവും നല്ല പ്രസിഡന്റ് ആകാനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്, തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം അവർക്ക് മറുപടിയായി കൊടുക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ ഭാഗത്തിൽ ഹൗ ടു എൻജോയ് യുവർ ലൈഫ് ആൻഡ് ജോബ് എന്നുള്ള പുസ്തകത്തിൽ ഒന്നാമത്തെ ഭാഗത്തിൽ ഡെയിൽ കാർണഗി പറയുന്നത്.